ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 2 ഫ്രാക്ഷൻസ്. ഇതിൽ പേജ് നമ്പർ 25-26 പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി വെയ്റ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് 1/4 കിലോഗ്രാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് സച്ച് 15 blocks? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, 16 blocks. ഒരു ഇരുമ്പ് ബ്ലോക്കിൻ്റെ ഭാരം 1/4 കിലോഗ്രാം ആണ്. അത്തരം 15 ബ്ലോക്കുകളുടെ ആകെ ഭാരം എത്രയാണ്? 16 ബ്ലോക്കുകളുടെയോ? ആൻസർ, വെയ്റ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈക്വൽ 1/4 കിലോഗ്രാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, വെയ്റ്റ് ഓഫ് 15 blocks ഈക്വൽ 15 × 1/4. അപ്പോൾ 15ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 4. ഇനി 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഒരു മിക്സഡ് ഫ്രാക്ഷൻ കിട്ടും. 3/4 കിലോഗ്രാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, വെയ്റ്റ് ഓഫ് 16 blocks ഈക്വൽ 16 × 1/4. 16 × 1 എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ 4. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 4 കിലോഗ്രാം. ഇപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതിൻ്റെ അത് നമ്മൾ ചെയ്തതിൽ നിന്നും വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റിലുള്ളതുപോലെ. അത് നോക്കാം എങ്ങനെയാണെന്ന്. അതിൽ നമ്മൾ ചെയ്തതിൽ 15 × 1/4 അങ്ങനെയല്ലേ. അപ്പോൾ മുകളിലുള്ള 15 × 1 എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 4. ഇനി ടെക്സ്റ്റിലുള്ള രീതിയിൽ മാറ്റി എഴുതാം. നമ്മൾ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 4ൻ്റെ ടേബിൾ പറയുമ്പോൾ 15 വരത്തില്ല. അപ്പോൾ 15നെക്കാട്ടിലും ചെറിയ നമ്പർ ഏതാണോ അതാണ് എടുക്കേണ്ടത്. 1 4 is 4, 2 4s are 8, 3 4s are 12. അതാണ് എടുക്കേണ്ടത്. അപ്പോൾ 12 എടുക്കുക. 12 + 12നോട് കൂടി എത്ര ആഡ് ചെയ്താലാണ് നമുക്ക് 15 കിട്ടുന്നത്? 3 അല്ലേ. അപ്പോൾ 12 + 3 ഡിവൈഡഡ് ബൈ 4. ഇനി 12നും 3ക്കും ഈ ഡിനോമിനേറ്റർ 4 ബാധകമാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? 12 ഡിവൈഡഡ് ബൈ 4 + 3 ഡിവൈഡഡ് ബൈ 4. ഇനി 12നെ 4 കൊണ്ട് വെട്ടിപ്പോകും. 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 3 പ്ലസ്, അപ്പോൾ എങ്ങനെ എഴുതാം? 3 + 3 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 3/4 കിലോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണോ അങ്ങനെ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സം 2 meter long rods are cut into 5 pieces of equal length. First sub question, what is the length of each piece? Second sub question, what is the total length of 4 pieces? Third one, of 10 pieces. ഏകദേശം 2 മീറ്റർ നീളമുള്ള റോഡുകൾ തുല്യ നീളമുള്ള 5 കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? 4 കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര? 10 കഷ്ണങ്ങളുടെയോ? ആൻസർ, ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ് ഈക്വൽ 2 മീറ്റർ. ലെങ്ത് ഓഫ് ഈച്ച് പീസ്, അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഈക്വൽ 2 ഡിവൈഡഡ് ബൈ 5 മീറ്റർ. അപ്പം എങ്ങനെയാണ്? ഒരു കഷ്ണത്തിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൊത്തം ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര പീസാക്കിയോ അതാണ് ഡിനോമിനേറ്ററായിട്ട് എഴുതേണ്ടത്. അപ്പം മൊത്തം ആകെ എത്ര ആണ് അതിൻ്റെ നീളം? ആ വടിയുടെ നീളം 2 മീറ്റർ. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ അതിനെ നമ്മൾ എത്ര പീസായിട്ട് മുറിച്ചു അതാണ് താഴെ എഴുതേണ്ടത്, 5. അപ്പോൾ 2/5 മീറ്റർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ് ഈക്വൽ 4 × 2/5. അപ്പോൾ 4 × 2 എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ താഴെ 5 അല്ലേ, ഡിനോമിനേറ്റർ 5. ഇനി 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/5 മീറ്റർ. തേർഡ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ടോട്ടൽ ലെങ്ത് ഓഫ് 10 പീസസ് ഈക്വൽ 10 × 2/5. അപ്പോൾ 10 × 2 എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 മീറ്റർ. ഈ പ്രോബ്ലത്തിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറും സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറും അല്ല, ഫസ്റ്റും തേർഡും അല്ല, സെക്കൻഡ് ഞാൻ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് പോലെ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്.
സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് വേറെ രീതിയിൽ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യാം. നോക്കിക്കോളൂ. അതിൽ 4 × 2/5 എന്നാണല്ലോ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് 4 × 2 എത്രയാണ്? 8. 8 ഡിവൈഡഡ് ബൈ 5. ഇനി ഈ ടെക്സ്റ്റിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5യുടെ ടേബിൾ പറയുമ്പോൾ 8 വരത്തില്ലല്ലോ. അപ്പോൾ 8നെക്കാട്ടിലും ചെറിയ സംഖ്യ ഏതാണ് വരുന്നത്? 1 5 is 5, 2 5s are 10 വരും. അപ്പോൾ ഇവിടെ 8 ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 1 5 is 5 എടുക്കാം. 5 പ്ലസ് ഇനി 8 ആകാൻ എത്ര കൂട്ടണം? 5നോട് കൂടി 3 കൂട്ടണം. അപ്പോൾ 5 + 3 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ഈ 5നും 3ക്കും ഡിനോമിനേറ്ററായിട്ട് 5 എടുക്കണം. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 5. 5ഉം 5ഉം വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? വെട്ടിപ്പോകുമ്പോൾ 1 പ്ലസ് 3/5. അപ്പോൾ ആൻസർ 1 3/5 മീറ്റർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, അതുപോലെയും ചെയ്യാം. ഈസി ആയിട്ടുള്ളതുപോലെ ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യൻ, 5 liters of milk is filled in 6 bottles of the same size. First sub question, how many liters of milk does each bottle hold? Second sub question, how many liters in 3 bottles together? Third sub question, in 4 bottles. ഒരേ വലിപ്പത്തിലുള്ള 6 കുപ്പികളിൽ 5 ലിറ്റർ പാൽ നിറയ്ക്കുന്നു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്? 3 കുപ്പികളിൽ ഒരുമിച്ച് എത്ര ലിറ്റർ? 4 കുപ്പികളിലോ? ആൻസർ എഴുതാം. ടോട്ടൽ മിൽക്ക് ഈക്വൽ 5 ലിറ്റർ. നമ്പർ ഓഫ് ബോട്ടിൽസ് ഈക്വൽ 6. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ. ഒരു കുപ്പിയിൽ എത്രയാണ്? ഓരോ കുപ്പിയിലും എത്രയായിരിക്കും? 5 ഡിവൈഡഡ് ബൈ 6 ലിറ്റർ അല്ലേ. 5 ലിറ്റർ മിൽക്ക് കൊണ്ട് നമ്പർ ഓഫ് ബോട്ടിൽസ് ആണ് താഴെ എഴുതേണ്ടത്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 6 ലിറ്റർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, മിൽക്ക് ഇൻ 3 ബോട്ടിൽസ് ടുഗെദർ ഈക്വൽ 3 × 5/6. 3 × 5 എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 6. 15നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ കിട്ടും. എങ്ങനെയാണ്? 2 3/6. അതിൽ 3യും 6ഉം വീണ്ടും വെട്ടിപ്പോകും. 3യുടെ ടേബിളിൽ 1 3 is 3, താഴെ 2 3s are 6. അപ്പോൾ 2 1/2 ലിറ്റർ. ഓക്കെ. തേർഡ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, മിൽക്ക് ഇൻ 4 ബോട്ടിൽസ് ഈക്വൽ 4 × 5/6. 4 × 5 എത്രയാണ്? 20. 20 ഡിവൈഡഡ് ബൈ 6. ഇനി 20യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 3 2/6. അതിൽ 2ഉം 6ഉം വീണ്ടും വെട്ടിപ്പോകും. 2ൻ്റെ ടേബിളിൽ 1 2 is 2, താഴത്തെ 6നെ 2ൻ്റെ ടേബിളിൽ എത്രയാണ്? 3 times 3 2s are 6. അപ്പോൾ എങ്ങനെ എഴുതാം? 3 1/3 ലിറ്റർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്